താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ് ഫ്രൈസർ ഫാമിലിയിൽ നിന്ന്. നിങ്ങളുടെ ശത്രുവിന് മുമ്പിൽ നിന്നയായി തീരാതിരിക്കുവാൻ വേണ്ടത് യേശു ചെയ്യും. ആരുടെ ജീവിതത്തിൽ? അല്ലേ, ഇതൊരു ദൂതായതുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു വാക്തത്വ വചനമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യമുണ്ടാകാം, ആരുടെ ജീവിതത്തിൽ? കാരണം നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ ആലോചനകൾ ദൂതുകളായി ഒന്നുകിൽ എന്നെ പോലുള്ള ഏതെങ്കിലും അഭിക്ഷിപ്തന്മാരോട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിലൂടെ, അല്ലെങ്കിൽ വചനം ധ്യാനിച്ച് എങ്ങനെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്ത, അത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെയോ കൂടുതലോ കുറവോ കൊണ്ടല്ല, പിശാച് കൊണ്ടുവരുന്ന ചിന്ത. ഈ ദൂത് ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമുള്ളതാണ്. ദൈവം പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ആ ചിന്ത ആ ദൂതിൻ്റെ പ്രസക്തിയെ നശിപ്പിച്ചു കളയും, അല്ലെങ്കിൽ ആ പ്രസക്തിയെ ഇല്ലാതാക്കി കളയും. എന്നാൽ ഇന്ന് എന്നിലൂടെ നിങ്ങൾ കേൾക്കുന്ന ഈ ദൂത്, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. താങ്ക് ഗോഡ്. ആരും ഇതിൽ നിന്ന് ഒഴിവുള്ളവരല്ല. കേൾക്കുന്ന എല്ലാവരും അതിൻ്റെ ഗുണഫലം അനുഭവിക്കും. കേൾക്കുന്നവർ എന്തു ചെയ്യണം? അതാണ് പ്രസക്തമായ ചോദ്യം. വിശ്വസിക്കുക. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ പ്രവാചകന്റെ ശബ്ദം ദൈവത്തിൻ്റെ നാവായി നിന്നുകൊണ്ട് തന്നെ ഉയരപ്പെടുന്നത്, ഇസ്രായേലേ കേൾക്കണം. കേൾക്കുക. എന്തിനാണ് കേൾക്കുന്നത്? വിശ്വസിക്കുവാൻ. കേൾക്കുന്നതിൽ വിശ്വസിക്കുവാൻ. എന്നിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കുന്ന ഈ ദൂത് നിങ്ങൾ കേൾക്കുകയും കേട്ട് വിശ്വസിക്കുകയും അതെനിക്കുള്ളതാണ്, ഇതാ എൻ്റെ ജീവിതത്തിലെ നിന്ന എൻ്റെ ദൈവം നീക്കുവാൻ പോകുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിലെ നിന്ന ഇന്ന് ദൈവം നീക്കിക്കളയും. അപ്പോൾ ആ വചനം വായിക്കും, നിങ്ങൾ കേട്ട് വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് നിന്ന മാറുവാനുള്ളത് പ്രാപിക്കും. ഒന്നാമത്തെ ഘട്ടം തീരുന്നില്ല. മെസ്സേജ് തുടർന്ന് നാം ചിന്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ കൂട്ടായ്മയും കൂട്ടായ്മയുടെ പ്രത്യേകതയും ഈ നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന ദൂതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. പാപത്തോടുള്ള യേശുവിൻ്റെ സമീപനവും, ഇങ്ങനെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ ദൂത് ഏറ്റെടുക്കുവാൻ, പ്രാർത്ഥിച്ച് നിങ്ങളുടേതാക്കി മാറ്റുവാൻ റെഡിയാണോ? പോവാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 30-ാമത്തെ വാക്യം. ദൂത്: നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിലെ വിളവും വർദ്ധിപ്പിക്കും. അതേ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങൾ നിന്നയായി തീരാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. വിശ്വസിക്കുന്നവർ ഒരാമേൻ പറഞ്ഞ്, സഹോദര, ആ ജോലി സ്ഥലത്ത് നീ നിന്നയായി തീരാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ യേശു ചെയ്യും. ഇതൊരു വെറും വാക്കല്ല, വെറുതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കല്ല. അങ്ങനെയുള്ള ഒത്തിരി വാക്കുകൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേൾക്കുന്നത് അത് വെറും വാക്കായി തീരാതിരിക്കുവാൻ കാരണം അതിന് വേണ്ടത്, അതെ, അത് വെറും വാക്കായി തീരാതിരിക്കുവാൻ വേണ്ടത് അവൻ ചെയ്യും. നിങ്ങൾ നിന്നയായി മാറാതിരിക്കുവാൻ വേണ്ടത്, ആ ജോലി സ്ഥലത്ത് നീ നിന്നയായി തീരാതിരിക്കുവാൻ വേണ്ടത്, ജോലി നഷ്ടപ്പെട്ട് നിനക്കൊപ്പമുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ പുറത്താക്കണമെന്ന് ആഗ്രഹിച്ച് തക്കം പാർത്തിരിക്കുന്നവർ കാണുവാൻ ആഗ്രഹിക്കുന്നത് അവരുടെ കണ്ണുകൊണ്ട് കാണുവാൻ ഇടവരാത്ത വിധത്തിൽ നിന്നെ എൻ്റെ കർത്താവ് അവിടെ നിലനിർത്തും. അതേ, ആ ജോലി സ്ഥലത്ത് അവൻ നിന്നെ നിലനിർത്തും. നിന്റെ ശത്രുവിൻ്റെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ നിറവേറത്തില്ല. ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഇന്നലകളിൽ അത് നിറവേറിയിട്ടുണ്ട്. അത് മുഖാന്തരം കരയുന്ന, നിരാശപ്പെടുന്ന, വേദനപ്പെടുന്ന ഒത്തിരി പേരെ നിനക്കറിയാം. അവരുടെ ദുഃഖത്തിൽ നീ പങ്കുചേർന്നിട്ടുണ്ട്. ഇന്ന് ആ ദുഃഖം നിൻ്റേതുകൂടെ ആയി തീർന്നിരിക്കുന്നു. കാരണം അതേ, അവരുടെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ ഇതാ സംഭവിക്കുവാൻ പോകുന്നു. അതെ, അതുണ്ടാകത്തില്ല. അവർ വിചാരിച്ച് ഒത്തിരി പേരുടെ ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. നിന്റെ ജോലി നഷ്ടപ്പെടത്തില്ല. അതെ, ആ മാനേജ്മെൻറ്റ് ഒത്തിരി പേരെ ജോലി ഇല്ലാത്തവരായി പറഞ്ഞു വിട്ടിരിക്കാം. പക്ഷേ നിന്നെ പറഞ്ഞു വിടത്തില്ല. നീ നിന്നയായി തീരുവാൻ, ജോലിയില്ലാതെ വീട്ടിനകത്തിരുന്ന് പിന്നെയും അതാ ദൂത്. സ്തോത്രം. അപ്പോൾ നീ ജോലിയില്ലാതെ നിന്ന് അനുഭവിച്ച ഒരു കാലം നിനക്കുണ്ട്. കരഞ്ഞൊരു കാലം നിനക്കുണ്ട്. വേദനപ്പെട്ട ഒരു കാലം നിനക്കുണ്ട്. ഈ സമയം കേൾക്കണമേ, ഇനി ആ കണ്ണുനീരിൻ്റെ സീസൺ, ആ നിന്ദയുടെ സീസൺ, ആ അപമാനത്തിൻ്റെ സീസൺ നിന്റെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് ചെയ്യും. അതെ, നിന്റെ കരങ്ങളിൽ
ജോലി ചെയ്ത് കൂലി വാങ്ങുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിന്നെ ജോലിക്കാരനാക്കി നിലനിർത്തും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ഭവനത്തിനകത്ത് നിന്നയായി നീ ഒടുങ്ങിപ്പോകാതിരിക്കുവാൻ വേണ്ടത് അതെ ആ തൊഴിൽ എൻ്റെ കർത്താവ് തരുവാൻ പോകുക. ആ ജോലി സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമായി മാറുവാൻ പോകുക. തിരികെ വന്ന് ശത്രു നോക്കിയിരിക്കുക, എപ്പോൾ ഇവൾ തിരികെ വരും, എപ്പോൾ ഇവൻ തിരികെ വരും. നിന്റെ ഭാര്യയുടെ അഹങ്കാരം പാവമാ, അയ്യോ ഒരു അഹങ്കാരവും ഇല്ലെന്നേ. അങ്ങും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുകയാ പാവം. പക്ഷേ നടക്കുന്ന കാണുമ്പോൾ ചില കൃമികൾക്ക് സഹിക്കുന്നില്ല. അവർക്ക് പറഞ്ഞു ചിരിക്കുവാൻ, അവരുടെ വായിലെ പാട്ടായി നിന്റെ ഭാര്യ മാറുവാൻ, നിന്റെ കുടുംബം മാറുവാൻ, നിന്റെ മക്കൾ മാറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മാറുവാനുള്ളത് സഹോദരി, നിന്റെ കുടുംബജീവിതം തകർന്ന് നിന്നയായി തീരണമെന്ന് കാത്തിരിക്കുന്ന ആ ശത്രു കാണുകേ നിന്റെ കുടുംബത്തെ എൻ്റെ കർത്താവ് പണിയും. നിന്നയായി തീരുവാൻ, ഭർത്താവ് നഷ്ടപ്പെട്ട്, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവളായി നിന്ദിതയായി തലകുനിച്ച് നീ വീട്ടിനകത്തിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതെ, നീ ചത്തൊടുങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല എന്ന്. സ്തോത്രം. ആമേൻ. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദര, നീ ഇങ്ങനെ തലകുനിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ പരിഹാസപാത്രമായി നിന്റെ ജീവിതം തീരുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. നീ നിന്നയായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കുടുംബം തകർന്നവരായി നിന്നെ അനുഭവിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കോടതിക്കകത്ത് തലകുനിച്ച് നിൽക്കുവാൻ സ്തോത്രം, എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറകൾ നിന്നയായി തീരുവാൻ, നിന്നയായി തീരാ കണ്ണുനീരായി, നിന്റെ ഭവനത്തിനകത്ത് തീരാ കണ്ണുനീരായി നിന്റെ തലമുറകൾ മാറുമെന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന അതേ ശത്രുവിന് മുൻപിൽ അവരെ നിലനിർത്തി താങ്ക് ഗോഡ്, അവർ നിന്നയായി മാറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവരെ നിലനിർത്തും, അവരെ പുറത്തു കൊണ്ടുവരും. ശത്രു ബന്ധിച്ചൊതുക്കിയ സ്ഥാനത്ത് നിന്ന് വിദ്യാഭ്യാസത്തെ തകർത്ത് ഉപരിപഠന സാഹചര്യങ്ങളെ ഇല്ലാതാക്കി, രാജ്യങ്ങളുടെ വാതിലുകൾ അടച്ച് ഒന്നിനും കൊള്ളാത്തവരാക്കി, അവർക്കൊപ്പമുള്ള പലരും പുറത്തുപോയി പലതും നേടി പലതുമായി. എന്നാൽ നിനക്കൊപ്പം നിന്റെ തലമുറകൾ ഒന്നും ആകുവാൻ കഴിയാതെ ഇപ്പോഴുമായിരിക്കുന്നു. പറത്തി വിടുന്നുണ്ട്, പറന്നു പോകുവാൻ കഴിയാത്ത വിധത്തിൽ വേടന്റെ വലയ്ക്കുള്ളിൽ പെട്ടുപോയതുപോലെ, ചിറകുകൾ ഉടക്കി പോയതുപോലെ നിന്റെ തലമുറകൾ പെട്ടുകിടക്കുക. ആ കെട്ടുകൾ ഇപ്പോൾ നസ്രനായ യേശുവിൻ നാമത്തിൽ പൊട്ടിമാറുക. കാരണം നിന്നയായി തീരാതിരിക്കുവാൻ ആ കെട്ടുകളെ യേശു പൊട്ടിക്കുക. ആമേൻ. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. മാതാവേ, പ്രാർത്ഥിക്കുക. നിന്റെ തലമുറകൾ നിന്നയായി തീരുവാൻ നീ അനുവദിക്കത്തില്ല. അവർ മുഖാന്തരം നീ നിന്ദിക്കപ്പെടുവാൻ, തലകുനിയുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. അവിടെ നിന്ന് എവിടെയാണോ അവർ തകർന്നുകൊണ്ടിരിക്കുന്നത്, എവിടെയാണോ അവർ മുങ്ങി താണുകൊണ്ടിരിക്കുന്നത്, അയ്യോ എൻ്റെ തലമുറകളുടെ ഭാവി ഇതാ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു, അവരുടെ ജീവിതം ഇതാ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു, നീ കരയുന്നുണ്ട്, നീ നിരാശപ്പെടുന്നുണ്ട്, വേദനപ്പെടുന്നുണ്ട്, അവിടെ അവസാനിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുവാൻ നീ തയ്യാറാകുമെങ്കിൽ എൻ്റെ കർത്താവ് നിന്ദിക്കപ്പെടുവാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. നിന്റെ ശത്രുവിന് മുമ്പിൽ നിന്നയായി നീ മാറത്തില്ല. നീ രോഗിയായി, രോഗം മുഖാന്തരം നിന്നയായി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ചായിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സൗഖ്യമാക്കി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എൻ്റെ യേശു നിന്നെ പുറത്തു കൊണ്ടുവരും. അതേ, അവൻ നിന്നെ സൗഖ്യമാക്കുക. അവൻ യേശു നിന്നെ സൗഖ്യമാക്കും. നീ രോഗിയായി അവിടെ തീർന്നു പോകുവാൻ, നീ രോഗിയായി അവിടെ തീർന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നത് പോലെ, അവരുടെ കൊതി പോലെ ഒന്നും നടക്കത്തില്ല. അവരുടെ കൊതി പോലെയല്ല, നിന്റെ ഇഷ്ടം പോലെ മതി വരുവോളം നീ ജീവിക്കുവാൻ പോകുക. ആരോഗ്യത്തോടെ നീ ജീവിക്കുവാൻ പോകുക. നിന്നയായി തീരുവാൻ അനുവദിക്കത്തില്ല. നീ ആ സ്ഥാപനം തുടങ്ങിയത് മുഖാന്തരം നീ നിന്നയായി മാറുവാൻ, അതേ കടക്കാരുടെ മുമ്പിൽ നിന്നയായി മാറുവാൻ, അറിയുന്നവരുടെ, പരിചയക്കാരുടെ, പരിചയമില്ലാത്തവരുടെ പോലും വാക്കുകൾ കേട്ട് നിന്നയായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നയായി തീരാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്തു തരും. ആമേൻ. അപ്പോൾ വെറും വാക്കല്ല, അതിന് വേണ്ടത് അവൻ ചെയ്തു തരും. അത് സത്യമാണോ ദൈവദാസനെ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സുണ്ടായോ? ചോദിക്കണം കേട്ടോ. നമ്മൾ വിശ്വാസികളായിരിക്കുമ്പോൾ നമുക്ക് ചോദിക്കുവാൻ കഴിയണം. നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ അത് നീ ആൾ ശരിയല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഒതുക്കുവാനോ തകർക്കുവാനോ ഞങ്ങൾ നിൽക്കത്തില്ല. ഉത്തരം പറയുവാൻ കഴിയുമെന്നുള്ളതാണെങ്കിൽ ഉത്തരം പറയും. ഉത്തരം അറിഞ്ഞുകൂടായെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കും. നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ചോദിച്ച് പ്രാപിച്ച് നിങ്ങളോട് മറുപടി പറയും. ഇല്ലാതെ കിടന്നാൽ ഉറക്കം വരത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഈ വേലയ്ക്ക് ഇറങ്ങിയിട്ട് വേറെ കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കർത്താവ് നിന്ന മാറുവാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. എന്ത് ചെയ്യുമ്പോഴാണ് നിന്ന മാറുന്നത്? അവിടെ ആ വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന്. ജാതികളുടെ ഇടയിൽ ക്ഷാമം മുഖാന്തരം, ക്ഷാമം മീൻസ് ഇല്ലായ്മ, ചിലത് ഇല്ലാതിരിക്കുന്നത് നിന്നയാണ്. ജോലി ഇല്ലാതിരിക്കുന്നത് നിന്നയാണ്.
വരുമാനമില്ലാതിരിക്കുന്നത് നിന്നയാണ്, ഭർത്താവ് ഒപ്പമില്ലാതിരിക്കുന്നത് നിന്നയാണ്, ഭാര്യ ഒപ്പമില്ലാതിരിക്കുന്നത് നിന്നയാണ്, മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ വളരാതിരിക്കുന്നത് നിന്നയാണ്, ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ അവർക്ക് എത്തുവാൻ കഴിയാതിരിക്കുന്നത് നിന്നയാണ്, അവർ ചെയ്യേണ്ടത് അവർക്ക് ചെയ്യുവാൻ കഴിയാതിരിക്കുന്നത് നിന്നയാണ്, അല്ലേ? കടക്കാരനായി മാറുന്നത് നിന്നയാണ്, ആരോഗ്യമില്ലാതിരിക്കുന്നത് നിന്നയാണ്. അപ്പോൾ ഇല്ലായ്മ നിന്നയാണ്. ആ ഇല്ലായ്മയെ കർത്താവ് പരിഹരിക്കും. ക്ഷാമം അഥവാ ഷോർട്ടേജ്, കുറവ്, ആ കുറവിനെ കർത്താവ് പരിഹരിക്കും. നോക്കൂ, കഫർനഹൂമിലെ ഒരു സായാഹ്നം, ഒരു ധനവാന്റെ ഭവനം പതിവിൽ നിന്ന് വ്യത്യസ്തമായി പരസ്പരം കൂട്ടിമുട്ടാതെ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആ ഭവനവും ആ ഭവനത്തിൻ്റെ പരിസരവും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ധാരാളം പേർ ആ ഭവനത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൻ്റെ പ്രത്യേകത, ഈ ധനവാനായ മനുഷ്യനെ പരിചയമുള്ളവർ മാത്രമല്ല, അവനെ പരിചയമില്ലാത്തവരും അല്ലെങ്കിൽ അവന് പരിചയമില്ലാത്തവരും ആ കൂട്ടത്തിലുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ പ്രത്യേക ഇതുപോലുള്ള ഒക്കേഷൻസ് ഉണ്ടാകാറുണ്ട്, വിശേഷ അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് പരിചയമുള്ളവർ അല്ലെങ്കിൽ നമ്മെ പരിചയമുള്ളവർ കടന്നു വരും. അത് നല്ല കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാനാണെങ്കിലും നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരാനാണെങ്കിലും പരിചയമില്ലാത്തവർ അങ്ങനെ കടന്നു വരാറില്ല, അല്ലെങ്കിൽ അറിയാത്തവർ അങ്ങനെ കടന്നു വരാറില്ല. എന്നാൽ ഇവിടെ ഈ ധനവാൻ അറിഞ്ഞുകൂടാത്ത ഒരു വലിയ കൂട്ടം വെറുതെ ഇരിക്കുകയല്ല, അവർ തിങ്ങി ഞെരിങ്ങി നിൽക്കുകയാണ്. ഇവർ കടന്നു വന്നത് ധനവാനെ കാണാനല്ല. അപ്പോൾ ധനവാൻ ഇവരെ പരിചയമില്ലാത്തതുകൊണ്ടും ഇവർക്ക് ധനവാനെ പരിചയമില്ലാത്തതുകൊണ്ടും ധനവാനെ കാണാനല്ല കടന്നു വന്നത്. മറിച്ച് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായ മറ്റൊരുവൻ അവനകത്തുണ്ട്, ആ ഭവനത്തിനകത്ത്. അവൻ്റെ പേര് നസ്രനായ യേശു. എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കാണ്. ആശ്ചര്യത്തോടും അത്ഭുതത്തോടും അതിഭാവുകത്തോടും അസൂയയോടും ഈ പല രീതികളിൽ യേശുവിനെ അവർ നോക്കുന്നുണ്ട്. യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ അതിലധികം പേരെയും വിസ്മയിപ്പിക്കുന്നുണ്ട്. പലരും അസൂയയോടെ ചോദിക്കുന്നുണ്ട്, ഇവൻ ഈ അധികാരം എവിടെ നിന്ന് കിട്ടി? ഇവൻ എങ്ങനെയാണ് ഇത്രത്തോളം അധികാരത്തോടെ സംസാരിക്കുവാനായിട്ട് കഴിയുന്നത്? മറ്റു ചിലർക്ക് ഈർഷ്യയുണ്ട്, ഇവൻ എന്തുകൊണ്ടിങ്ങനെ സംസാരിക്കുന്നു? അത് വഴിയെ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനെക്കുറിച്ച്? ദൈവരാജ്യത്തെക്കുറിച്ച്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം, 3 അധ്യായങ്ങൾ, അതുപോലെ ഒത്തിരി സന്ദർഭങ്ങൾ, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം, ഇതുപോലെ പല സന്ദർഭങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതാണ്. ഇന്ന് അങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രം പ്രസംഗിക്കുന്ന ഒത്തിരി പേര് നമുക്കറിയാം. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രസംഗങ്ങൾ വെറും തത്വചിന്തകളായി മാറിപ്പോയിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് വെറും ആശയങ്ങൾ മാത്രമാണ്, അതിനകത്ത് ഒരു ജീവനില്ല, ഒരു പ്രവൃത്തിയില്ല, വെറും ആശയങ്ങൾ മാത്രം. ഗ്രീക്കുകാരുടെ തത്വചിന്തകൾ പോലെ, സോക്രട്ടീസിനെയും അരിസ്റ്റോട്ടലിനെയും ഒക്കെ നമുക്കറിയാമല്ലോ, അവരുടെയൊക്കെ തത്വചിന്തകൾ പോലെ വെറും തത്വചിന്തകൾ മാത്രം ആയിരിക്കുന്നുവോ? സംശയത്തോടെ അങ്ങനെ ചോദിക്കുവാൻ കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ പറഞ്ഞ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗം, നിത്യതയെക്കുറിച്ചുള്ള പ്രസംഗം, അതൊന്നും വെറും തത്വചിന്തയായിരുന്നില്ല, മറിച്ച് അതിനപ്പുറമായി അവൻ്റെ അടുക്കലുണ്ടായിരുന്ന ജനത്തിൻ്റെ വിടുതലും കൂടെ ആയിരുന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യം പ്രസംഗിച്ചിടത്തൊക്കെയും അത്ഭുതങ്ങളും അടയാളങ്ങളും ജനം അനുഭവിച്ചു. അപ്പോൾ തത്വചിന്തയിൽ നിന്ന് മാറി, പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കൊല്ലുന്ന അക്ഷരത്തിൽ നിന്ന് മാറി ജീവിപ്പിക്കുന്ന ആത്മാവിൻ്റെ പ്രദർശനമായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവരാജ്യ പ്രസംഗം. അപ്പോൾ ഇന്ന് അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന, പലരിലൂടെയും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ പേര് ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതാണ്. അങ്ങനെ ടൈറ്റിലാണ് അവർ പ്രസംഗിക്കുന്നത്. അത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതാണോ? എങ്ങനെ അറിയാം? അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് അതിനെ ഉറപ്പിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം അത് ദൈവരാജ്യത്തിൻ്റെതാണെങ്കിൽ നിശ്ചയമായും അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. താങ്ക് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തു എവിടെയൊക്കെ പ്രസംഗിച്ചോ അവിടെയൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായി. അവൻ പ്രസംഗിക്കുന്നു. തുടർന്ന് എന്താണ് സംഭവിക്കുന്നത്? രോഗികൾ കടന്നു വരുന്നു, സൗഖ്യമായി മടങ്ങുന്നു. ഭൂതഗ്രസ്തർ കടന്നു വരുന്നു, അവർ ഭൂതം വിട്ടൊഴിഞ്ഞ് മടങ്ങിപ്പോകുന്നു. മുടന്തന്മാർ കടന്നു വരുന്നു, കാലുള്ളവരായി സുന്ദരമായി നടന്ന് കടന്നു പോകുന്നു. കാഴ്ചയില്ലാത്തവർ കടന്നു വരുന്നു, ഈ വെളിച്ചമുള്ള ലോകത്തെ കണ്ട് മടങ്ങിപ്പോകുന്നു. കുഷ്ഠരോഗികൾ കടന്നു വരുന്നു, കുഷ്ഠമില്ലാത്തവരായി മടങ്ങിപ്പോകുന്നു.
ശാപം പിടിച്ചവർ കടന്നു വന്ന് ശാപമില്ലാത്തവരായി മടങ്ങിപ്പോകുന്നു, പാപമുള്ളവർ കടന്നു വന്ന് പാപമോചനം പ്രാപിച്ച് മടങ്ങിപ്പോകുന്നു. അപ്പോൾ എന്താണോ ജനത്തിൻ്റെ ആവശ്യം, അതിൽ നിന്നുള്ള വിടുതലാണ് ദൈവരാജ്യം പ്രസംഗിക്കുന്നിടത്ത് സംഭവിക്കുന്നത്. ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അത് വെറും തത്വചിന്തയാണ്, അത് വെറും ആശയമാണ്. തത്വചിന്തകൾക്കും ആശയങ്ങൾക്കും 21-ാം നൂറ്റാണ്ടിൽ കാലമില്ല, അതൊക്കെ കാലഹരണപ്പെട്ടു പോയി. അങ്ങനെ കാലഹരണപ്പെട്ട പല തത്വചിന്തകളുമാണ് നമ്മുടെ നാടിൻ്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങളെ തീർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് കാലഹരണപ്പെട്ട തത്വചിന്തകളാണ്. തത്വചിന്തകൾ കാലഹരണപ്പെട്ടു പോകും. എന്നാൽ നിത്യതയെക്കുറിച്ചുള്ള വചനം അത് കാലഹരണപ്പെടത്തില്ല. കാരണം അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു കൊണ്ടേയിരിക്കും. അതിന് ജീവനുണ്ട്. നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട്. നിങ്ങൾ കേൾക്കയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഇപ്പോൾ അവിധത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചിലർ അനുഭവിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ എക്സ്പീരിയൻസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പമുള്ളവരുടെ ജീവിതത്തിലായിരിക്കാം, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, മക്കളുടെ, ആരുടെയും ആവട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, അത് ഏറ്റെടുക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഭൗതികമായി മാത്രമല്ല കേട്ടോ, ആത്മീയമായി. ഇപ്പോൾ ഭൗതികമായി കേൾക്കുന്ന ഉടൻ നമ്മുടെ ശരീരമായിരിക്കുന്ന രോഗാവസ്ഥ മാറുന്ന അതല്ല. ആദ്യം സംഭവിക്കുന്നത് ആത്മീയമായ സൗഖ്യമാണ്, ആന്തരിക സൗഖ്യമാണ് ആദ്യം സംഭവിക്കുന്നത്. ദൈവം ചികിത്സ തുടങ്ങുന്നത് ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ്. അവൻ ആത്മാവാകുന്നത് കൊണ്ട് ആത്മാവിനോട് ഇടപെടുന്നു. അകത്ത് നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. ആ സൗഖ്യത്തിൻ്റെ പ്രതിഫലനം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുവാൻ കഴിയും. അതേ സൗഖ്യം നിങ്ങളുടെ ശരീരത്തിലും വെളിപ്പെടും. അകത്ത് ചിലർ സൗഖ്യമാകുന്നു, ആ സൗഖ്യം പുറത്തേക്ക് വരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ്, ആമേൻ. അകത്ത് ചിലർ ധൈര്യപ്പെടും, പുറത്തേക്കും ആ ധൈര്യം വ്യാപരിക്കും. ശത്രുവിന് മുമ്പിൽ നിവർന്നു നിൽക്കും. ആമേൻ. ആ ഭ്രമം മാറും, ഭയം മാറും, എല്ലാം തീർന്നു, ഇനി എനിക്ക് ജീവിക്കണ്ട, എൻ്റെ ജീവിതം അവസാനിച്ചു, ആ അവസ്ഥ മാറും. അപ്പോൾ ദൈവരാജ്യം പ്രസംഗിക്കുന്നിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം. അല്ലെങ്കിൽ പ്രസംഗിക്കപ്പെടുന്നത് ദൈവരാജ്യമല്ല, വെറും പഴകി ദ്രവിച്ച തത്വചിന്തകളാണ്, ആശയങ്ങളാണ്, കൊല്ലുന്ന അക്ഷരമാണ്. ദൈവരാജ്യം പ്രസംഗിക്കുന്നിടത്ത് ആന്തരികമായും ശാരീരികമായുമുള്ള സൗഖ്യമുണ്ടാകും, ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും. തത്വചിന്തകൾ പ്രസംഗിക്കപ്പെടുന്നിടത്ത് ജനം കോപാകുലരാകും, ജനം കൊല്ലുവാൻ തയ്യാറാകും, ജനം ആക്രമിക്കും. ഹിറ്റ്ലർ പ്രസംഗിച്ചു, നാസി പടയാളികൾ യഹൂദന്മാരെ തിരഞ്ഞു പിടിച്ചു കൊന്നു. അപ്പോൾ തത്വചിന്തകൾ അങ്ങനെയാണ്. ആശയങ്ങൾ പ്രസംഗിക്കപ്പെടുന്നിടത്ത് ജനം വയലൻ്റ് ആകും, അല്ലേ? അതുകൊണ്ടല്ലേ സഹോദരനെ കൊല്ലാനും അപമാനിക്കാനും നിന്ദിക്കാനും ഒക്കെ ഇതുപോലുള്ള തത്വചിന്തകൾ ദൈവരാജ്യത്തിൻ്റെതെന്ന് പറഞ്ഞ് പ്രസംഗിക്കപ്പെടുമ്പോൾ ചിലർ തയ്യാറാകുന്നത്, അല്ലേ? ഇങ്ങനെയാ ഫേസ്ബുക്കിൽ അഭിഷിക്തനെന്ന് പേരോടുകൂടിയ ഒരാളിന് മറ്റൊരാളിനെ തെറിവിളിക്കുവാൻ കഴിയുന്നത്, മറ്റൊരാളിനോട് അപമര്യാദയായി പെരുമാറുവാൻ കഴിയുന്നത്. കാരണം പ്രസംഗിക്കപ്പെടുന്നത് ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളല്ല, മറിച്ച് ആശയങ്ങളാണ്, കാലഹരണപ്പെട്ട ആശയങ്ങൾ. നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് വരാം. അവിടേക്ക് 4 പേർ ചേർന്ന് ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, കൂട്ടായ്മയുടെ പ്രത്യേകതയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 4 പേർ ചേർന്ന് ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നു. എങ്ങനെയാണ് 4 പേർക്ക് വളരെ ദൂരം നോക്കൂ, ഇടവഴികളിലൂടെ, വിജനമായ വഴികളിലൂടെയൊക്കെയാണ് അവർ കർത്താവായ യേശു ക്രിസ്തു കഫർന്നഹൂമിൽ ഒരു ധനവാന്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അവരുടെ പ്രിയ സ്നേഹിതനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവനായിരിക്കാം, ആ രോഗിയുമായി അവർ കടന്നു വരുന്നത്. അവരുടെ യാത്രയെ അനുകൂലമാക്കുന്ന ഒരേ ഒരു ഘടകം യേശു മാത്രമാണ്, ബാക്കിയെല്ലാം പ്രതികൂലമാണ്. ആ വ്യക്തി ഭാരമാണ്, വഴി കഠിനമാണ്. കാരണം ജോസിഫസ് എന്ന ചരിത്രകാരൻ്റെ പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അന്ന് ഇതുപോലുള്ള വഴികളൊന്നുമില്ല. ചെറിയ ചെറിയ കാൽനട യാത്രക്കാർക്കുതകുന്ന വഴികൾ മാത്രമാണുള്ളത്. പട്ടാളം പോലും സഞ്ചരിക്കുന്നത് അങ്ങനെയുള്ള വഴികളിൽ കൂടെയാണ്. അപ്പോൾ ഇവർക്ക് വലിയ പാടാണ്. 4 പേർക്ക് ഒരു കിടക്ക, ചരിച്ചല്ല, ആ കിടക്ക നിവർത്തി ഒരാൾ കിടക്കുന്ന അതേ അവസ്ഥയിൽ എടുത്തുകൊണ്ട് വരാൻ, ആ ബുദ്ധിമുട്ട് സഹിച്ച് അവർ കടന്നു വരികയാണ് യേശുവിൻ്റെ അടുക്കലേക്ക്. കൂട്ടായ്മ ശ്രദ്ധിക്കണമേ, 4 പേർ ഒരാളിന് വേണ്ടി തങ്ങളുടെ കംഫർട്ടിനെ വിട്ടുകളയുന്നു, തങ്ങളുടെ സൗകര്യങ്ങളെ വിട്ടുകളയുന്നു, തങ്ങളുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ഇഷ്ടം എന്താണ്? സുഖമായി, സ്വസ്ഥമായി, സമാധാനമായിരിക്കണം. എന്നാൽ ഈ കംഫർട്ട്നെസ്സിനെ അവർ വിട്ടുകളയുന്നു. അതാണ് കൂട്ടായ്മ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് നിങ്ങൾ കരയുമ്പോൾ ആ കണ്ണുനീരിൻ്റെ വേദനയും വ്യാപ്തിയും ആഴവും അറിഞ്ഞ് നിങ്ങൾക്കൊപ്പം ചിലർ നിൽക്കുന്നു. അതാണ് കൂട്ടായ്മ. ഐക്യമത്യപ്പെടുക, അതാ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാ.
നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ ഐക്യമത്യപ്പെട്ടാൽ അത് പിതാവ് പുത്രൻ്റെ നാമം മഹത്വപ്പെടുവാൻ നിങ്ങൾക്ക് ചെയ്തു തരും. കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ ഐക്യമത്യപ്പെടൽ എവിടെയുണ്ടോ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ആമേൻ. തിരിച്ചറിയുന്നവർക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ടോ അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും. കൂട്ടായ്മ മീൻസ് ഐക്യമത്യപ്പെടുക മീൻസ് നമ്മുടെ കംഫർട്ട്നെസ് വിട്ടുകളഞ്ഞ്. ഇപ്പോൾ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുമ്പോൾ, പ്രിയരെ, ഞാൻ ശുശ്രൂഷയിൽ ഇറങ്ങിയതിന് ശേഷം ഇന്ന് വരെ എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി ഞാൻ ഉപവസിച്ചിട്ടില്ല, അതിനിട വന്നിട്ടില്ല. ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ ആവശ്യം അറിഞ്ഞ കർത്താവ് എനിക്കത് നിറവേറ്റി തന്നിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഉച്ചവരെ ഉപവസിക്കുന്നത് ഓരോ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലിയിൽ നടക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടൊപ്പം ചേർന്നുകൊണ്ടാണ്. മധ്യസ്ഥ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നവർക്കറിയാം, എല്ലാ ദിവസങ്ങളിലും ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥന, ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന, പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നവരുടെ അവസ്ഥയോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ അവസ്ഥയോട് ഐക്യതപ്പെട്ടുകൊണ്ടാണ്. ആഹാരം ഉണ്ട് എന്നിട്ട് കഴിക്കുവാൻ കഴിയാതെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേർ പ്രൈസർ ഫാമിലിക്കൊപ്പമുണ്ട്. നിങ്ങൾ ആഹാരം കഴിക്കുവാൻ കഴിയാതെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആഹാരം മാറ്റിവെച്ച് പ്രാർത്ഥിച്ചു നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു. ഞാൻ മാത്രമല്ല, പ്രൈസർ ഫാമിലിക്കൊപ്പം അങ്ങനെയുള്ള ചിലരുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മയാണ് പ്രൈസർ ഫാമിലിയിൽ ഇന്ന് കാണുന്ന അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും പിന്നിലുള്ളത്. ഈ കൂട്ടായ്മ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് നിലനിൽക്കുവാനും നിങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുവാനും കഴിയുന്നത്. അപ്പോൾ കൂട്ടായ്മ, അതായത് കംഫർട്ട് സോൺ, ഒരുവന് വേണ്ടി വേറൊരുത്തൻ അവൻ്റെ കംഫർട്ട് സോൺ വിട്ടുകളയുക, അതാണ് കൂട്ടായ്മ. അങ്ങനെ ഒരു കൂട്ടായ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. പക്ഷേ മുന്നോട്ട് പോകുവാൻ, നിങ്ങളെ കൊണ്ടുപോകുവാൻ തയ്യാറായി ചിലർ വേണം. അങ്ങനെയുള്ളവരുണ്ടോ? പ്രൈസർ ഫാമിലി അങ്ങനെ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് പോലെ എത്ര പേർ ഈ പറയുന്ന, ഞാൻ പറഞ്ഞില്ലേ, ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രം വാദോരാതെ പ്രസംഗിക്കുന്ന, നിത്യതയെക്കുറിച്ച് മാത്രം ഉപദേശങ്ങൾ ഉണ്ടാക്കി പ്രസംഗിക്കുന്ന, നിത്യതയ്ക്കൊക്കെ ഉപദേശമൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവരൊക്കെ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ ബാധിക്കപ്പെട്ടായിരിക്കുമ്പോൾ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ് നിൽക്കുവാൻ അവർക്ക് കഴിയുന്നോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അവരെന്താ നിങ്ങളെ കണ്ടോടെ പറയുന്നത്? നിങ്ങളിൽ കുഴപ്പമുണ്ട്, നിങ്ങൾ പാപിയാണ്, നിങ്ങൾ പ്രശ്നക്കാരനാണ്. അപ്പോൾ അതിനൊരു ചെറിയ എക്സ്പ്ലനേഷൻ നമ്മൾ തുടർന്ന് ചിന്തിക്കും. അപ്പോൾ നിങ്ങൾ കുറവുള്ളവനാണെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുമായി ഐക്യതപ്പെടുവാൻ കഴിയുക? അവിടെ തന്നെ നിങ്ങൾ രണ്ട് തട്ടിലായില്ലേ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾ വിശുദ്ധൻ, നീതിമാൻ, അങ്ങറ്റമുള്ള ആൾ, നിങ്ങൾ താഴെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിലപ്പം തോന്നും, അയ്യോ അതിപ്പം ഈ പറയുന്ന ഇങ്ങേര് പാപി ആയതുകൊണ്ടായിരിക്കും. അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നൊരു അത്ഭുതം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ രണ്ട് തട്ടിൽ നിന്നാൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ അപ്പോസ്തലൻ പൗലോസ് അതിനെ വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ വേഷത്തിൽ മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത്. എന്തിനാ ദാസരൂപമെടുത്തേ? ഇവിടെ കഷ്ടത അനുഭവിച്ച് പല നിലകൾ ബാധിക്കപ്പെട്ടായിരിക്കുന്നു, അവർക്കൊപ്പം നിൽക്കുക. അപ്പോഴാണ് കൂട്ടായ്മ ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യേശുവിന് വേണമെങ്കിൽ രാജാവാകാമല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇതിനൊക്കെ യേശുവിന് പറ്റുമല്ലോ. അങ്ങനെ യേശുവിന് മനുഷ്യനായി വന്നാൽ മതിയല്ലോ. വേഷത്തിൽ രാജാവായി, വേഷത്തിൽ പ്രഭുവായി, വേഷത്തിൽ അധികാരിയായി, ഇങ്ങനെയൊക്കെ വരാമല്ലോ. പക്ഷെ വന്നില്ല, ദാസരൂപമെടുത്തു. അപ്പോൾ ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ പാപത്താൽ ദാസന്മാരായി, അതേ ദാസത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നു. അതുകൊണ്ടാണ് കാൽവരിയിൽ പിതാവായ ദൈവം മുഖം മറച്ചത്. അപ്പോൾ ആ കൂട്ടായ്മ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരത്തുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ തീർന്നില്ല. ആ കൂട്ടായ്മ മുൻപോട്ട് പോകുമ്പോൾ അവർ ആ ഭവനത്തിൻ്റെ ഓട് പൊളിക്കുകയാണ്. അതിനകത്തുള്ളവരെല്ലാം ആശ്ചര്യത്തോടെ നോക്കി, ഇതാ വീട്ടിൻ്റെ ഓട് ഇളക്കി മാറുന്നു. നിങ്ങളായിരിക്കുന്ന ഭവനം, ആ വീട്ടിൻ്റെ ഓട് ഇളക്കി മാറുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മേൽക്കൂര പൊളിയുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതുപോലൊരവസ്ഥ. എല്ലാവരും അന്തം വിട്ട് മുകളിലോട്ട് നോക്കിയ 4 പേർ ചേർന്ന് വീട്ടിൻ്റെ ഓട് പൊളിക്കുന്നു. തീർന്നില്ല. അവർ വളരെ ശ്രദ്ധിച്ച് ഒരു മനുഷ്യനെ കിടക്കയോടെ താഴെ ലാൻഡ് ചെയ്യിപ്പിക്കുക. എന്ത് ശ്രദ്ധിച്ചിരിക്കണം! ഓടിൻ്റെ മുകളിൽ നിന്നിട്ട് ആ
കയർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ഒരേ മനസ്സോടെ, അതാ ഞാനീ പറഞ്ഞ കൂട്ടായ്മയുടെ പ്രത്യേകത, ഒരേ മനസ്സോടെ യേശുവിൻ്റെ മുമ്പിൽ ആ മനുഷ്യനെ, ആ വിഷയത്തെ ഇറക്കി വെച്ചു. അപ്പോൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും കൂട്ടായ്മ, അതൊരു ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. അല്ല, ഓട് പൊളിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ വീടിൻ്റെ ഓട് ആരെങ്കിലും വന്ന് പൊളിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിനകത്ത് ഭയങ്കര പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ യേശു ഉണ്ടല്ലോ അവിടെ എന്ന് പറഞ്ഞ് അപ്പുറത്തെ വീട്ടുകാരൻ നിങ്ങളുടെ ഓട് പൊളിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ മച്ച് പൊളിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അറിയും യേശു, നമ്മളിലുള്ള യേശു ആരാണെന്ന്. അപ്പോൾ വിടാം. അത് തെറ്റാണ്, അങ്ങനെ പൊളിക്കാൻ പാടില്ല, അല്ലേ? അവർ ചെയ്തത് തെറ്റാണ്. അവരൊരു വലിയ തെറ്റ് ചെയ്യുകയാണ്. ഒരു മനുഷ്യനെ ഉപദ്രവിക്കുകയാണ്, അവൻ്റെ അധ്വാന ഫലത്തെ നശിപ്പിക്കുകയാണ്. മീൻസ് പാപം ചെയ്യുന്നു. അതോ അവർ പാപം ചെയ്തു. കൂട്ടായ്മ ഒരു വലിയ പാപത്തിന് കാരണമായി തീർന്നു. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ദേഷ്യം വന്ന് കാണുന്നു. അവരൊക്കെ യേശുവിലേക്ക് നോക്കി, യേശു എന്താണ് ഇതിന് മറുപടി കൊടുക്കുവാൻ പോകുന്നത്? കാരണം യേശു വിടത്തില്ല. യേശു നീതിമാനാണ്, അനീതി സമ്മതിക്കത്തില്ല. ന്യായപ്രമാണപ്രകാരം ഇത് തെറ്റാണ്. മറ്റൊരുവൻ്റെ വസ്തുവക സ്വന്തമാക്കുന്നത് പോലെ തന്നെയാണ് നശിപ്പിക്കുന്നത്. നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ യേശു ന്യായപ്രമാണം വെച്ചിട്ട് യവന്മാരെ പിടിച്ചിട്ട് അലക്കും. ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ കൂട്ടായ്മയോടുള്ള യേശുവിൻ്റെ മനോഭാവം അവിടെ അതാണ് വെളിപ്പെടുന്നത്. ഈ ചുറ്റും നിൽക്കുന്നവർ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല. മറിച്ച് യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് ആ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുക. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശു ആ മനുഷ്യനോട് പറയുകയാണ്, നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു, നീ കിടക്കെടുത്ത് വീട്ടിൽ പോയിക്കോ, നീ എഴുന്നേൽക്കാം. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ പാപത്തിന് ഒരു ന്യായവിധി ഉണ്ടാകുമെന്ന് അവിടെ കൂടിയുന്നവരെല്ലാം വിചാരിക്കുന്നത്. പ്രിയരെ, നിങ്ങളുടെ കൂട്ടായ്മ അത് ശരിയായിട്ടുള്ളതാണെങ്കിൽ അവിടെ പാപങ്ങളുടെ ന്യായവിധി അല്ല നടക്കുന്നത്, മറിച്ച് പാപക്ഷമയും അത് മുഖാന്തരമുണ്ടായ അവസ്ഥകളിൽ നിന്നുള്ള മാറ്റവുമാണ്. ഇവിടെ ഈ പരീക്ഷന്മാർ തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പരീക്ഷന്മാരെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ആൾക്കാരെ, പരീക്ഷന്മാർ തന്നെ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, പാപങ്ങളെ ക്ഷമിക്കുവാൻ ഇവൻ എന്ത് അധികാരം? കാരണം ഇവരുടെ മനോഭാവം, മനുഷ്യൻ്റെ പാപത്തോടുള്ള മനോഭാവം ഇതാണ്. ഇവന് ഈ രോഗം വന്നത് ഇവൻ പാപിയായതുകൊണ്ടാണ്, അല്ലേ? പലപ്പോഴും കേട്ടിട്ടില്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പ്രശ്നത്തിലായിപ്പോയാൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അന്നത്തെ അവസ്ഥയിൽ നിന്നൊരു മാറ്റത്തിന് വേണ്ടി സഹായം അഭ്യർത്ഥിച്ച് ആരുടെയെങ്കിലും അടുക്കൽ ചെന്നാൽ അവരെന്താ പറയുന്നത്? നിൻ്റെ ജീവിതത്തിൽ കുറവുണ്ട്, നീ അങ്ങനെ ആയിരുന്നതുകൊണ്ടാണ്, ഇങ്ങനെ ആയിരുന്നതുകൊണ്ടാണ്, ആയിക്കോട്ടെ, ഓക്കെ. അപ്പോൾ അവരെല്ലാം പറയുന്നത് ഇതാണ്, നിൻ്റെ പാപമാണ് നിന്നെ പ്രശ്നത്തിലാക്കിയത്, നിൻ്റെ പാപമാണ് നിന്നെ രോഗത്തിലാക്കിയത്, നിൻ്റെ പാപമാണ് നിൻ്റെ കുടുംബത്തെ തകർത്തത്, നിൻ്റെ പാപമാണ് നിൻ്റെ ജീവിതത്തെ ഇത്രമാത്രം അതെ ഈ അവസ്ഥയിൽ നരകതുല്യമാക്കി തീർത്തേ. പക്ഷേ യേശു അങ്ങനെയാണോ കണക്കാക്കുന്നത്? അല്ലെങ്കിൽ അതാണോ സത്യം? പാപമാണോ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം? പ്രിയരെ, നമ്മളും അങ്ങനെയാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. ഇവരുടെയൊക്കെ വാക്ക് കേട്ട് പാപമാണ് കാരണം. എന്നാൽ അങ്ങനെയല്ല. യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യനെ കണ്ട ഉടനെ ശിഷ്യന്മാർക്കകത്ത് ഈ പറഞ്ഞ ന്യായപ്രമാണത്തിൻ്റെ പുഴു നുളഞ്ഞു. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുകയാണ്, ഈ ഗുരു, ഇവനാണോ എൻ്റെ അപ്പനും അമ്മയാണോ പാപം ചെയ്തത്? അപ്പോൾ അവനെയും വിടുന്നില്ല, അവൻ്റെ അപ്പനെയും അമ്മയും വിടുന്നില്ല. ഇവരെല്ലാവരും പാപികളാണ്, അതുകൊണ്ടാണ് ഇവൻ കുരുടനായത്. ഇതാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ യേശു പറയുന്നത് എന്താ? ഇവനും പാപം ചെയ്തില്ല, അവൻ്റെ അപ്പനും അമ്മയും പാപം ചെയ്തില്ല, മറിച്ച് ദൈവപുത്രൻ്റെ നാമം ഇവരിലൂടെ മഹത്വപ്പെടുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ നാമം ഇവരിലൂടെ മഹത്വപ്പെടുവാൻ പോകുന്നു. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരുടെയെങ്കിലും വാക്ക് കേട്ട് നിങ്ങളുടെ പാപത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളുടെ പ്രതിഫലമാണ് ഈ അവസ്ഥ എന്നല്ല ചിന്തിക്കുവാനുള്ളത്. മറിച്ച് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുകയാണ്. എന്തിനാണ്? ദൈവത്തിൻ്റെ നാമം നിങ്ങളിവിടെ ഉയർത്തുവാനുള്ള ഒരു ചാൻസ്. അതെ, നിങ്ങളിന്നായിരിക്കുന്ന ഈ അവസ്ഥ നിങ്ങളുടെ പാപത്തിൻ്റെ ഫലമല്ല. പ്രിയരെ, നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കർത്താവിൻ്റെ നാമം നിങ്ങളിലൂടെ ഉയരുവാൻ പോകുക. ആ രോഗം, സഹോദര സഹോദരി, മാതാവേ പിതാവേ, നിങ്ങളുടെ രോഗം, നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ ഒന്നും അറിഞ്ഞുകൂടാത്ത കുഞ്ഞുമക്കളുടെ രോഗം, അത് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും പാപത്തിൻ്റെ ഫലമല്ല. നിങ്ങൾ അങ്ങോട്ട് നോക്കിയതുകൊണ്ടോ ഇങ്ങോട്ട് നോക്കിയതുകൊണ്ടോ അത് ചെയ്തതുകൊണ്ടോ അല്ല. കേൾക്കണമേ, മറിച്ച് നിങ്ങളിലൂടെ
നിങ്ങളുടെ ആ തലമുറയിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. സഹോദര, ജോലി സ്ഥലത്ത് പ്രശ്നമുണ്ടാകുന്നത് നിന്റെ കുറവുകളല്ല, നിന്റെ പാപമല്ല, മറിച്ച് ദൈവത്തിൻ്റെ നാമം നിന്നിലൂടെ ഉയരുവാൻ ഒരു ചാൻസ് നിനക്ക് കിട്ടിയിട്ടുണ്ട്. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്നിലൂടെ ദൈവത്തിൻ്റെ നാമം ഉയരുവാൻ പോകുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദരി, തകർച്ച കടന്നു വന്നത് നിന്റെ പാപമല്ല, നിന്റെ ഭർത്താവിൻ്റെ പാപമല്ല, നിന്റെ അമ്മയപ്പന്മാരുടെ പാപമല്ല. നിനക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേരുടെ ജീവിതത്തിൽ അതെ ദൈവത്തെ ഉയർത്തുവാൻ, അവർ യേശുവിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ നാമം നിന്നിലൂടെ ഉയരുവാൻ പോകുക. തകർക്കപ്പെട്ട നിന്റെ ജീവിതം പണിയപ്പെടുവാൻ പോകുക. മാതാപിതാവ് മക്കളുടെ ജീവിതം, അവരുടെ വിദ്യാഭ്യാസം ഇങ്ങനെ ആയിരിക്കുന്നത് അത് പാപമല്ല, ഒരു ചാൻസ്, ദൈവത്തിൻ്റെ നാമം ഉയരുവാനുള്ള ഒരു ചാൻസ്. ആ ശുശ്രൂഷയിൽ വന്നിരിക്കുന്നത് ശുശ്രൂഷക പാപമല്ല, ഒരു ചാൻസ്. കർത്താവിൻ്റെ നാമം നിന്റെ ശുശ്രൂഷയിലൂടെ, നിന്റെ മിനിസ്ട്രിയിലൂടെ ഉയരുവാൻ പോവുക. ഓ താങ്ക് ഗോഡ്. അപ്പോൾ അതുകൊണ്ടാണ് 9-ാമത്തെ വാക്യത്തിൽ, മർക്കോസിന്റെ സുവിശേഷം 2:9 കേട്ടോ, കർത്താവ് യേശുക്രിസ്തു ചോദിക്കുന്നേ, പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നത് ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എളുപ്പം ഇവൻ നടക്കുക എന്നുള്ളതാണ്. ആമേൻ. കാരണം ഇവൻ കർത്താവിൻ്റെ അടുക്കലാണ്. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ മാറുന്നതാണ് എളുപ്പം. നിങ്ങൾ കേൾക്കാൻ പോകുന്നതും മറ്റുള്ളവർ പറയുന്നതും അതൊന്നുമല്ല. കാരണം നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലായിരിക്കുന്നു. അപ്പോൾ കൂട്ടായ്മ, അത് നമ്മൾ ലോകപ്രകാരം ചിന്തിച്ചാൽ പല നഷ്ടങ്ങളുമൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. നമുക്ക് ഇഷ്ടമുള്ള പലതും വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഞാനീ പറഞ്ഞില്ലേ, 4.5 വർഷത്തിലധികമാകുന്നു. എല്ലാ ദിവസവും ഉച്ചവരെ ഉപവാസമാണ്. മാസത്തിൽ അവസാന ദിവസങ്ങളിൽ രാത്രി വരെ ഉപവാസമാണ്. നേരത്തെ ഫുൾ ടൈം, അതായത് 21 ദിവസം 7 ദിവസമൊക്കെ, 2-3 മാസം കൂടുമ്പോൾ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് വരും, 7 ദിവസം വരും, 10 ദിവസം വരും, ഫുൾ ഉപവാസം എടുക്കുമായിരുന്നു. ഇപ്പോൾ ചില മെഡിസിൻ ഉള്ളത് കൊണ്ടാണ് ഫുൾ ഉപവാസം എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ചിലത് നഷ്ടം വരും. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ചിലത് നഷ്ടം വരും. ആ നഷ്ടത്തെ കർത്താവും ഗൗരവമായിട്ട് കാണുന്നില്ല. ആ നഷ്ടത്തെ സഹിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് വിടുതൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഭവനത്തിലുണ്ടായ നഷ്ടം സഹിക്കുവാൻ അവർ തയ്യാറായപ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നടക്കുകയാണ്. ചില നഷ്ടങ്ങൾ നിങ്ങൾ സഹിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ കർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയം, പണം, പലതും മറ്റുള്ളവർക്ക് പരിഹസിക്കുവാനും കളിയാക്കുവാനും ഒക്കെ കാരണമായിരിക്കാം. മറ്റുള്ളവരുടെ നിന്ന കേൾക്കുന്നത് നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ചിലർക്ക് ഒന്ന് മാറ്റിവെക്കാൻ തയ്യാറായാൽ, നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ, നിങ്ങൾ മാറ്റിവെക്കുവാൻ തയ്യാറാകുമെങ്കിൽ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതേ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലും ആ അത്ഭുതത്തെ പ്രവർത്തിക്കും. നിങ്ങൾ നിന്നയായി തീരുവാൻ അവൻ അനുവദിക്കത്തില്ല. നോക്കിയേ, ആ മനുഷ്യൻ്റെ ബലഹീനത മാറിപ്പോവുകയാണ്. അവൻ്റെ ആരോഗ്യക്കുറവ് പരിഹരിക്കപ്പെടുന്നു. ഓ താങ്ക് ഗോഡ്. അപ്പോൾ അവൻ അങ്ങനെ നിന്നയായി തീരുവാനുള്ള, മറ്റുള്ളവർക്ക് പറഞ്ഞ് പരിഹസിക്കുവാൻ തക്കവണ്ണം കിടക്കയിലായാൽ പരിഹസിക്കും, അല്ലേ? അപ്പോൾ ആ അവസ്ഥ മാറുകയാണ്. അപ്പോൾ ആ അനാരോഗ്യം മാറുവാൻ അതിനുവേണ്ടിയുള്ള ആരോഗ്യം, ബലം അവൻ യേശു നൽകി. തീർന്നില്ല. ആ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ 36:30 അവസാന ഭാഗത്തിൽ, ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിലെ വിളവും വർദ്ധിപ്പിക്കും, നിങ്ങളുടെ കൈകളുടെ അധ്വാന ഫലം നിങ്ങൾ തന്നെ തിന്നും. അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിക്കുന്നതിന് ഒത്തവണ്ണം നിങ്ങൾക്ക് കിട്ടും. ഇന്നൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, അത് സാധ്യമായി തീരുന്നുണ്ടോ? എന്നാൽ കർത്താവ് അത് ചെയ്യും. നിന്ന മാറുവാൻ തക്കവണ്ണം നിങ്ങളുടെ തൊഴിലിലൂടെ നിങ്ങൾക്ക് വരുമാനമുണ്ടാകും. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾക്ക് വരുമാനമുണ്ടാകും. യെസ്, യേശുവിൻ നാമത്തിൽ. നിന്റെ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകും. നിന്റെ ആ ബിസിനസ്സിലൂടെ വരുമാനമുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് സാധ്യമായി തീരും. നിലത്തിൽ വിളവുണ്ടാകും. ഓ താങ്ക് ഗോഡ്. മനസ്സിലായോ? നിലത്തിൽ വിളവുണ്ടാകും, വൃക്ഷങ്ങളിൽ ഫലമുണ്ടാകും. ഇല്ലായ്മ മാറുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ചെയ്തു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ അത് അനുഭവിക്കുവാൻ പോകുക. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അവരോട് പറയുക, ഇത് നിങ്ങൾക്കുള്ള ദൂതാണ്, നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ഏറ്റെടുക്കുക, പ്രാർത്ഥിക്കുക. അവർക്കൊരു പ്രാർത്ഥനാ സപ്പോർട്ടും കൊടുക്കുക. ഒപ്പം പ്രൈസർ ഫാമിലിയിലേക്ക് അവരെ കൊണ്ടുവരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്നേ. ഞങ്ങളുടെ പ്രാർത്ഥന അവർക്കൊപ്പമുണ്ട്, നിങ്ങൾക്കൊപ്പമുണ്ട്. അതുകൊണ്ടൊരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം. മറ്റുള്ളവരുടെ മുഖത്ത് ഞങ്ങൾ നോക്കുന്നില്ല, നിങ്ങൾ നോക്കണ്ട. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ. കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ അവിടെ അത്ഭുതവുമുണ്ട്, അടയാളവുമുണ്ട്. പ്രൈസർ ഫാമിലിയിൽ അതുണ്ട്. നിങ്ങളും അത് അനുഭവിക്കും. അപ്പോൾ കണ്ണടച്ചോ, പ്രാർത്ഥിക്കാം. വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ,
അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം. അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾ കേട്ടു, നിന്ന മാറുവാനുള്ളത് അങ്ങ് ഇവരുടെ ജീവിതത്തിൽ ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിച്ചു, ഏറ്റെടുത്തു, പ്രാർത്ഥിച്ചു. ജോലി സ്ഥലത്ത് സംഭവിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. അപ്പോൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അങ്ങ് ജോലികളെ നൽകിയാട്ടെ. അവരുടെ അധ്വാനം അനുഗ്രഹമായി തീരട്ടെ. ജോലി ചെയ്യുന്നിടത്ത് നിന്ന് വരുമാനം ഉണ്ടാകട്ടെ. തടയപ്പെട്ട ശമ്പളങ്ങൾ ലഭിക്കട്ടെ. എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ. ശത്രുവിൻ്റെ ഇഷ്ടമല്ല കർത്താവേ, ഇവരുടെ ഇഷ്ടം തന്നെ ഇവരുടെ ജീവിതത്തിൽ നിറവേറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ ആ നിന്ന മാറട്ടെ, നിരാശ മാറട്ടെ. ഭാര്യമാർ, ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ ആ ഉപരിപഠന സാഹചര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. ഭാവി ജീവിതങ്ങൾ ഒരുങ്ങട്ടെ. ഉദരഫലങ്ങൾ ജ്വലിക്കട്ടെ. പഠന വൈകല്യങ്ങൾ മാറട്ടെ. പഠിപ്പിക്കുവാനുള്ള നന്മകൾ കരങ്ങളിൽ ലഭിക്കട്ടെ. റിസൾട്ട് ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. എല്ലാ കടഭാരങ്ങളും മാറട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. ബാധ്യതകൾ മാറട്ടെ. അപ്പോൾ ഇവരോടങ്ങ് കൂടിരുന്നാട്ടെ. തലകുനിക്കുവാൻ അനുവദിക്കരുത് കർത്താവ്. ഇവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിച്ചാട്ടെ. അനാരോഗ്യം മാറട്ടെ. ആ പക്ഷപാതക്കാരനെ കർത്താവെ കൂട്ടായ്മയെ കണ്ട് സന്തോഷിച്ച് സൗഖ്യമാക്കിയ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരിലുള്ള രോഗങ്ങളെ ഇപ്പോഴങ്ങ് സൗഖ്യമാക്കണം. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് രോഗങ്ങളെ സൗഖ്യമാക്കുക. സ്തോത്രം. വിശ്വസിച്ച് പ്രാർത്ഥിക്കും. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. വസ്തുക്കളില്ലാത്തവർക്ക് അങ്ങ് വസ്തുക്കളെ നൽകണമേ കർത്താവെ. വീടുകൾ വാങ്ങട്ടെ. വസ്തുക്കൾ വിൽപ്പനകൾ നടക്കട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. സ്തോത്രം. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ, സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്ത് ജീവിക്കുന്നവർ, ആ പ്രശ്നങ്ങൾ മാറട്ടെ. എല്ലാ വെല്ലുവിളികളും വഴിക്ക് മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പനെ നിന്ന മാറുവാനുള്ളത് ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.